1970കളുടെ മധ്യം മുതൽ ഉള്ള ലോക സംഘർഷങ്ങളിൽ ഏറ്റവും കടുത്ത സംഘർഷങ്ങൾ ഉണ്ടായ ഒരു വർഷമായിട്ടാണ് 2025 അദ്ദേഹം കാണുന്നത്. ജനങ്ങളെ അങ്ങേയറ്റം ഭീഷണിപ്പെടുത്തുന്ന, ജനജീവിതം ദുരിതമയമാക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഉക്രൈനിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായത്. എന്തായിരിക്കും 2026 അവസ്ഥ എന്നുള്ള ചോദ്യം വളരെ സ്വാഭാവികമാണ്. അമേരിക്ക ലോകരംഗത്ത് ഒറ്റപ്പെട്ട് കഴിഞ്ഞു എന്ന വസ്തുതയാണ്. BBC-യുടെ അന്താരാഷ്ട്ര ലേഖകൻ ജോൺ സിംപ്സൺ കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖ സംഭാഷണത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധേയമായിരുന്നു. ഏതാണ്ട് അരനൂറ്റാണ്ടിലേറെ കാലം ആഗോള സംഘർഷ രംഗങ്ങളിൽ നേരിട്ട് പോയിട്ട് യുദ്ധങ്ങളും മറ്റ് സംഘർഷങ്ങളും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ജോൺ സിംപ്സൺ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ ഈ അനുഭവത്തിൽ 40-ലേറെ യുദ്ധങ്ങൾ താൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ 2025 പോലെ ഏറ്റവും സംഘർഷഭരിതമായ മറ്റൊരു വർഷം തൻ്റെ ഓർമ്മയിൽ കഴിഞ്ഞ അരനൂറ്റാണ്ടിൽ ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് 1970കളുടെ മധ്യം മുതൽ ഉള്ള ലോക സംഘർഷങ്ങളിൽ ഏറ്റവും കടുത്ത സംഘർഷങ്ങൾ ഉണ്ടായ ഒരു വർഷമായിട്ടാണ് 2025 അദ്ദേഹം കാണുന്നത്. ഇത് വാസ്തവമാണ്. കാരണം നമ്മുടെ ചുറ്റുമുള്ള വിവിധ രാജ്യങ്ങളിൽ, ലോകത്തെ വിവിധ ഭൂഖണ്ഡങ്ങളിൽ അത്യന്തം മാരകമായിട്ടുള്ള സംഘർഷങ്ങളാണ് ഈ കഴിഞ്ഞ വർഷം സംഭവിച്ചിട്ടുള്ളത്. 4 വർഷമായിട്ട് തുടരുന്ന ഉക്രൈൻ യുദ്ധം അതിൻ്റെ പാരമ്യതയിലെത്തി. ജനങ്ങളെ അങ്ങേയറ്റം ഭീഷണിപ്പെടുത്തുന്ന, ജനജീവിതം ദുരിതമയമാക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഉക്രൈനിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായത്. അതിനേക്കാൾ ഭീകരമായിട്ടുള്ള അനുഭവങ്ങളാണ് ഗസയിലെ സാധാരണ ജനങ്ങൾ അനുഭവിച്ചത്. 22 ലക്ഷത്തിലേറെ വരുന്ന ജനങ്ങളിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകളെ അരിഞ്ഞു തള്ളുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. ലാറ്റിൻ അമേരിക്കയിൽ വെനിസ്വേല പോലുള്ള രാജ്യങ്ങളുടെ നേരെ ഏകപക്ഷീയമായ ആക്രമണങ്ങൾ അമേരിക്ക നടത്തുന്നതായിട്ട് ലോകം കണ്ടു. ഇന്ത്യയും പാകിസ്ഥാനും ഒരു ആണവ യുദ്ധത്തിൻ്റെ വക്കിലേക്ക് പോകുന്ന ലോകം കണ്ടു. ചൈനയും ജപ്പാനും തമ്മിൽ, ചൈനയും ദക്ഷിണ കൊറിയയും തമ്മിൽ, ദക്ഷിണ കൊറിയൻ രാജ്യങ്ങൾ തമ്മിൽ, ആഫ്രിക്കയിലെ വിവിധ രാജ്യങ്ങൾക്കിടയിൽ സംഘർഷങ്ങളുടെ ഒരു ഭയാനകമായിട്ടുള്ള കാലമാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. ഈ സംഘർഷങ്ങളുടെ എണ്ണം മാത്രമല്ല 2025 സവിശേഷമാക്കുന്നത്, നേരെ മറിച്ച് അതിൻ്റെ മാരകമായ സ്വഭാവം, അതിൻ്റെ ഭയാനകമായിട്ടുള്ള അതിൻ്റെ വയലൻസ്, അതുപോലെ തന്നെ സാധാരണ യുദ്ധങ്ങളിൽ പാലിക്കപ്പെടുന്ന മര്യാദകൾ, യുദ്ധതന്ത്ര മര്യാദകൾ, നിരായുധരായ ജനങ്ങളിലോട് അതിക്രമം കാണിക്കുന്നത് തടയുന്ന മര്യാദകൾ, യുദ്ധത്തിൻ്റെ നൈതികത, ഇതിനെയെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ടുള്ള മുന്നേറ്റമാണ്, നീക്കങ്ങളാണ് വിവിധ രാജ്യങ്ങൾ നടത്തിയത്. അമേരിക്കയും ഇസ്രായേലും ഒരു ഭാഗത്ത്, റഷ്യയും അതുപോലുള്ള രാജ്യങ്ങളും മറുഭാഗത്ത്. ഇസ്രായേൽ പശ്ചിമേഷ്യയിലെ വിവിധ രാജ്യങ്ങളുടെ നേരെ നടത്തി, ഇറാൻ മുതൽ ഖത്തർ വരെയുള്ള നിരവധി രാജ്യങ്ങളുടെ നേരെയുടെ കടന്നാക്രമണം. ഇതെല്ലാം കൂടി ലോക സംഘർഷത്തിൻ്റെ ഒരു പാരമ്യത്തിലെത്തിയ വർഷമാണ് 2025 എന്ന ജോൺ സിംപ്സൻ്റെ വിലയിരുത്തൽ ശരിയാണ്. ഈ ഒരു ഭയാനകമായിട്ടുള്ള പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് 2026 നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. എന്തായിരിക്കും 2026 അവസ്ഥ എന്നുള്ള ചോദ്യം വളരെ സ്വാഭാവികമാണ്. 2 തരത്തിലുള്ള ഉത്തരങ്ങൾ അതിനുണ്ട്. ഒന്ന്, കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് സംഘർഷങ്ങൾ കൂടി വരുന്നത് ഒരു പക്ഷേ അതിനെ പാരമ്യത്തിലെത്താനും ഒരു ഭയാനകമായ 4ാം ലോക യുദ്ധത്തിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്കത് തള്ളിക്കളയാൻ കഴിയാത്ത വിധം ലോക സംഘർഷം വർദ്ധിച്ചു വരികയാണ്. ആ തരത്തിലുള്ള ഒരു അന്തരീക്ഷം ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായി വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ സംഘർഷങ്ങൾ അതിൻ്റെ പാരമ്യത്തിലെത്തുകയും ഇനി ഒരു യുദ്ധം ലോകത്തിന് താങ്ങാൻ കഴിയുകയില്ല എന്ന ഒരു ബോധ്യം സാധാരണ ജനങ്ങൾക്കിടയിൽ മാത്രമല്ല ഭരണാധികാരികൾക്കിടയിലും ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ കുറേ കൂടി സമവായത്തിൻ്റേതായ, ശാന്തതയുടേതായ ഒരു അന്തരീക്ഷത്തിലേക്ക് ലോകം എത്തിച്ചേർന്നുകയും ചെയ്തേക്കാം. അതിലേറ്റവും പ്രധാനമായിട്ട് ഒരു പോസിറ്റീവായിട്ട് നമ്മൾ കാണേണ്ട ഒരു സംഗതി, അമേരിക്ക ലോകരംഗത്ത് ഒറ്റപ്പെട്ട് കഴിഞ്ഞു എന്ന വസ്തുതയാണ്.
കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെക്കമായി ലോക സംഘർഷങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന അതിൻ്റെ യഥാർത്ഥത്തിലെ രാസത്വരകമായിട്ടുള്ള ശക്തിയായിട്ട് നിൽക്കുന്നത് അമേരിക്കയും അതിൻ്റെ സാമ്രാജ്യത്വ താല്പര്യങ്ങളാണ്. പക്ഷേ ഇന്ന് അമേരിക്ക അതിൻ്റെ തന്നെ സഖ്യകക്ഷികളായ പശ്ചിമ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് നാറ്റോ സഖ്യരാജ്യങ്ങളുമായിട്ട് സംഘർഷത്തിലാണ്. നാറ്റോ എന്ന് പറയുന്ന അവരുടെ അമേരിക്കയുടെ മുന്നേറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട പടയാളി ഇന്നിപ്പോൾ അമേരിക്കയുമായിട്ട് തന്നെ സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. നാറ്റോ ഒരു ലോകശക്തിയായി അല്ലാതായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്ന് വിടുന്നതോടുകൂടി അമേരിക്കയുടെ ഏകപക്ഷീയമായ കടന്നാക്രമണങ്ങളെ ചെറുക്കാൻ അവർ പോലും താല്പര്യം കാണിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇനി ഒരു ലോകയുദ്ധത്തിന്, ലോകത്തെ അതിക്രമങ്ങൾക്ക് വലിയ തോതിൽ അമേരിക്ക തയ്യാറാകുമോ എന്ന കാര്യം സംശയാസ്പദമാണ്. പക്ഷേ എന്നാലും കഴിഞ്ഞ വർഷത്തെ അനുഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ട്രംപിൻ്റെ രണ്ടാം ഭരണത്തിലെ അനുഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, അദ്ദേഹം ഞാനൊരു സമാധാനവാദിയാണ്, യുദ്ധങ്ങൾ അവസാനിപ്പിക്കുകയാണ്, എനിക്ക് നോബൽ സമ്മാനം കിട്ടണം എന്ന് പറഞ്ഞെങ്കിലും വെനിസ്വേലയിൽ അദ്ദേഹം ആക്രമണം നടത്തുന്നു, പശ്ചിമേഷ്യയിൽ അദ്ദേഹം ആക്രമണങ്ങൾ നടത്തുന്നു, ആഫ്രിക്കയിൽ അദ്ദേഹം അതിക്രമങ്ങൾ, നൈജീരിയ അടക്കമുള്ള പ്രദേശങ്ങൾ അദ്ദേഹം പോയി ബോംബിട്ട് കഴിഞ്ഞു. അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അക്രമങ്ങൾ പൂർണ്ണമായിട്ട് നിരന്തരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്ക എന്നുള്ളൊരു വാസ്തവമുണ്ട്. പക്ഷേ അതിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ജനകീയ വികാരവും ഉയർന്നു വരുന്നുണ്ട്. ഈ ഇസ്രായേലിനെതിരായിട്ട് ലോകത്തിൻ്റെ സാധാരണ ജനവിഭാഗങ്ങൾക്കിടയിൽ മാത്രമല്ല, യൂറോപ്പ് അടക്കമുള്ള വിവിധ പാശ്ചാത്യ രാജ്യങ്ങൾ പോലും ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം സൂചിപ്പിക്കുന്നത് ഒരു പക്ഷേ ലോകത്തെ സംബന്ധിച്ചിടത്തോളം കുറേ കൂടി സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് പോകാനുള്ള ചില സാധ്യതകൾ 2026 തുറന്നു തരും എന്നുള്ളതാണ്. ഗസയിലെ യുദ്ധം താൽക്കാലികമായിട്ട് അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഗസയിലെ ജനങ്ങളുടെ ജീവിതം അത്യന്തം ദുരിതമയമായിട്ട് തുടരുകയാണ്. ഗസയെ പുനർനിർമ്മിക്കുക എന്നുള്ളത് ഏതാണ്ട് അസാധ്യമായ മട്ടിലാണ് എത്തിയിരിക്കുന്നത്. അതേപോലെ ഇപ്പോൾ ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാനും സ്ഥലങ്ങൾ കിഴക്കൻ ഉക്രൈനിലെ കുറേ സ്ഥലങ്ങൾ റഷ്യക്ക് വിട്ടു നൽകിക്കൊണ്ട് പ്രശ്നത്തിന് പരിഹാരം കാണാനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഉക്രൈൻ യുദ്ധം അതിന് 4ാം വർഷത്തിൽ അവസാനിക്കുകയാണെങ്കിൽ ഒരുപക്ഷേ ലോകം 2026 കുറേ കൂടി മെച്ചപ്പെട്ട, കുറേ കൂടി സമാധാനത്തിൻ്റെതായ ഒരു പുതിയ പാതയിലേക്ക് പ്രവേശിച്ചുകൂടാ എന്നില്ല. എന്നാലും പ്രതീക്ഷകളുടെയും സംഘർഷങ്ങളുടെയും ഒരു വർഷമായിട്ട് ആണ് 2026 നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്.